അമിതവണ്ണത്തിനെക്കുറിച്ചും രക്തത്തിലെ പഞ്ചസാരയെക്കുറിച്ചും ഉത്കണ്ഠപ്പെടാതെ ആവശ്യാർത്ഥം കഴിക്കാൻ പറ്റുന്ന 5 ഫ്രൂട്ട്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് പപ്പായ. ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്രത്യേകത 100 ഗ്രാമിൽ 10 ഗ്രാമിൽ താഴെയാണ് ഷുഗറിൻ്റെ പെർസെൻറ്റേജ്. ഒന്നാമത്തത് പപ്പായ. 100 ഗ്രാം പപ്പായയിൽ വെറും 8 ഗ്രാമാണ് പഞ്ചസാരയുള്ളത്. ഇനി രണ്ടാമത്തത് ഓറഞ്ച്. 100 ഗ്രാം ഓറഞ്ചിലുള്ളത് 9 ഗ്രാം ഷുഗറാണുള്ളത്. നമ്മുടെ തണ്ണിമത്തങ്ങയിലോ 6 ഗ്രാമാണുള്ളത്. 100 ഗ്രാം തണ്ണിമത്തങ്ങയിലുള്ളത്. ഷമാം എന്ന് പറയുന്ന മസ്ക് മെലണിലുള്ളത് 6 ഗ്രാമാണ്. ഇനി ബട്ടർ ഫ്രൂട്ടി നോക്കാം. അതായത് നമ്മുടെ അവക്കാഡോ 1 ഗ്രാമേ ഉള്ളൂ 100 ഗ്രാമിലുള്ള പഞ്ചസാരയുടെ അളവ്. അപ്പോൾ നമുക്ക് ഈ 100 ഗ്രാമിലുള്ള പഞ്ചസാരയെ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. 100 ഗ്രാം ഗോതമ്പിൽ 72 ഗ്രാം പഞ്ചസാരയുണ്ട്. 100 ഗ്രാം തണ്ണിമത്തങ്ങയിലുള്ളത് 6 ഗ്രാമാണുള്ളത്. ഇനി നമ്മുടെ റെഡ് റൈസിനകത്തുള്ളത് 75 ഗ്രാം പഞ്ചസാരയുണ്ട്. വൈറ്റ് റൈസിനകത്ത് 80 ഗ്രാം പഞ്ചസാരയുണ്ട് 100 ഗ്രാമിൽ. ഓട്സിലാണെങ്കിലോ 68 ഗ്രാം പഞ്ചസാരയുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് അല്ല പ്രമേഹത്തിൻ്റെയും അമിതവണ്ണത്തിൻ്റെയും കാരണം, പിന്നെയോ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യങ്ങളാണ്.